നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിലേറെയായി നമ്മൾ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഇൻഡിഗോ വിമാന കമ്പനി നേരിടുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഒരു പുതിയ ചട്ടം കൊണ്ടുവരുന്നു. അത് വിമാന ജീവനക്കാരുടെ ജോലി സമയം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ വ്യോമയാന രംഗത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കാര്യക്ഷമമായി പണിയെടുക്കുന്ന ജീവനക്കാരെ ആവശ്യമാണ്. ഇവരുടെ കാര്യക്ഷമത ഇവർ നിരന്തരം ഒരുപാട് സമയം മണിക്കൂറുകളോളം അധ്വാനിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇവരുടെ ജോലിഭാരം ശാസ്ത്രീയമായി കുറയ്ക്കുക എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. പക്ഷേ ഈ നിയമങ്ങൾ പാലിക്കാൻ ഇൻഡിഗോ വിമാന കമ്പനിക്ക് സാധിക്കാതെ വരികയായിരുന്നു. കാരണം അവരുടെ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. ജീവനക്കാരുടെ തികയാതെ വരുന്നു. പുതിയ ഒരു നിയമം അനുസരിച്ച് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് ജീവനക്കാരെ തികയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരാഴ്ചയിൽ ഏതാണ്ട് 2500-ലേറെ സർവീസുകൾ, ഫ്ലൈറ്റുകൾ റദ്ദാക്കേണ്ടി വരുന്നു. നിരവധി വിമാനങ്ങൾ വൈകിയോടുന്ന സാഹചര്യവും ഉണ്ടായി. അതായത് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാന കമ്പനിയാണ് ഇൻഡിഗോ എയർലൈൻസ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിഗോ ഈ രാജ്യത്തിൻ്റെ 65% വരുന്ന വിമാനയാത്രക്കാരെ വഹിക്കുന്നത് ഈ ഇൻഡിഗോയാണ്. 65% ഇൻഡിഗോ, 22% എയർ ഇന്ത്യ, ഇങ്ങനെ മൊത്തം 92% വരുന്ന യാത്രക്കാരെ ഈ ഇന്ത്യൻ വ്യോമയാന മേഖലയെ നിയന്ത്രിക്കുന്നത് ഈ രണ്ട് കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിഗോയ്ക്ക് ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി ഇന്ത്യയുടെ വ്യോമയാന മേഖലയുടെ പ്രതിസന്ധിയായി മാറുകയായിരുന്നു. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു, സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇപ്പോൾ എന്തായാലും ഇൻഡിഗോ വിമാന കമ്പനി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അത് സാധാരണ രീതിയിലേക്ക് മടങ്ങുകയാണ് എന്ന് ഔദ്യോഗികമായി അറിയിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഇൻഡിഗോ വിമാന കമ്പനി ഇത്രയധികം പ്രതിസന്ധിയിലായത്? അതിൻ്റെ കാരണങ്ങൾ പലത് പറയുന്നുണ്ട്, എങ്കിലും ഇപ്പോഴും ദുരൂഹമാണ്. പെട്ടെന്നൊരു ദിവസം എന്തുകൊണ്ടാണ് ഇത്രയധികം സ്റ്റാഫ് ഷോർട്ടേജ് വന്നത്? ഇതൊക്കെ വളരെ അധികം ചർച്ച ചെയ്യപ്പെടേണ്ട, അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. സമാനമായ ഒരു പ്രതിസന്ധി BSNL ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ കമ്പനിയാണ് BSNL. ഈ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് BSNL ഇന്ന് അത്ര വലിയ പ്രാധാന്യമുള്ള കമ്പനിയൊന്നുമല്ല. സ്വകാര്യ കമ്പനികളാണ് ഈ രംഗത്ത് മാർക്കറ്റ് അടക്കി ഭരിക്കുന്നത്. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ ഒരു ചെറിയ നിയന്ത്രണം അത് സർക്കാരിന് ഉണ്ടാകാൻ BSNL അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ BSNLൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ആരോ ശ്രമിക്കുന്നുവെന്ന സംശയം ഇപ്പോൾ ഉയരുകയാണ്. അതായത് 6 വർഷം മുമ്പാണ് ഈ BSNLന് സിം കാർഡുകൾ നൽകാനുള്ള ഒരു ആപ്പ് ഒരു സ്വകാര്യ കമ്പനി വികസിപ്പിച്ചത്. സഞ്ചാർ ആധാർ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഇൻറ്റൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി വികസിപ്പിച്ചത്. ഈ ആപ്പിൻ്റെ പിൻബലത്തിലാണ് കഴിഞ്ഞ 6 വർഷമായി BSNLൻ്റെ മൊബൈൽ വിഭാഗം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതായത് ഇവർ നൽകുന്ന സിമ്മാണ് കസ്റ്റമേഴ്സിന് നൽകിക്കൊണ്ടിരുന്നത്. കസ്റ്റമറുടെ ഡേറ്റ മുഴുവൻ ഈ സഞ്ചാർ ആധാർ ആപ്പിലേക്ക് എൻ്റർ ചെയ്തു കൊടുക്കുന്നു. ഇതനുസരിച്ചിട്ടാണ് സിം കാർഡുകൾ BSNLന് വരികയും BSNL കസ്റ്റമർക്ക് നൽകുകയും ചെയ്യുന്നത്. ഈ ആപ്പ് ഈ പറയുന്ന ഇൻറ്റൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ തുക മാസാമാസം കമ്പനിക്ക് BSNL തുക നൽകുന്നു. കഴിഞ്ഞ 4 മാസമായി ഈ തുക മുടങ്ങുന്നു. ആരും അറിയാതെ മുടങ്ങുന്നു. ഈ മുടങ്ങിയ കാര്യം ആരും അറിയുന്നില്ല, ഇതാരും പുറത്തു പറയുന്നുമില്ല. അതിനുശേഷം ഈ കഴിഞ്ഞ മാസമായപ്പോൾ ഈ സഞ്ചാർ ആധാർ ആപ്പ് ഉടനടി പ്രവർത്തന രഹിതമാകുന്നു. അതോടുകൂടി BSNLൻ്റെ സിം വിതരണം തകരാറിലാകുന്നു. ഈ ഡിസംബർ മാസം, ഇന്നിപ്പോൾ 9-ാം തീയതി ആകുന്നു, ഇതുവരെ രാജ്യത്ത് BSNL ഒരു സിം കാർഡ് പോലും വിറ്റഴിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഈ പറയുന്ന ആപ്പ് പെട്ടെന്ന് പ്രവർത്തനം നിർത്തി മുങ്ങിയതുകൊണ്ടാണ്. ഈ ആപ്പിന് ആരാണ് കുടിശ്ശിക വരുത്തിയത്? എന്തുകൊണ്ടാണ് ഈ ആപ്പിന് കുടിശ്ശിക വരുത്താൻ കാരണം? ഇതൊക്കെ ഇപ്പോഴും ദുരൂഹമാണ്. മാത്രമല്ല ഈ BSNLൻ്റെ ഫൈബർ കണക്ഷനുകളുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ ആരൊക്കെയോ ബോധപൂർവം സൃഷ്ടിക്കുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. അതായത് ഈ ഫൈബർ കണക്ഷനുകളുടെ ഉപഭോക്താക്കൾക്ക് ബില്ലുകൾ നൽകുന്ന മറ്റൊരു കമ്പനി, ബില്ല് ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു കമ്പനി, ആ കമ്പനിയും ബില്ല് ജനറേറ്റ് ചെയ്യാതെ മുങ്ങി എന്ന വാർത്തയാണ് വരുന്നത്. ഇത് BSNLലെ ബന്ധപ്പെട്ട അധികൃതർ ആരെയും അറിയിച്ചിരുന്നില്ല. പിന്നീട് ഈ ബില്ല് പ്രോസസ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ ബില്ല് അടയ്ക്കേണ്ട സമയമായപ്പോൾ ഈ ഉപഭോക്താക്കൾ പ്രശ്നമുണ്ടാക്കുകയും ഇവർക്കെല്ലാം തോന്നിയ പോലെ ബില്ല് അടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോടികളുടെ നഷ്ടം ഇത് കാരണം BSNL ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് BSNLനെ തകർക്കാൻ BSNLനകത്തു നിന്നോ പുറത്തു നിന്നോ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ 2 ഉദാഹരണങ്ങളും 2 സൂചനകളുമാണ് ഈ പറഞ്ഞത്. അതായത് ടെലിവിഷൻ രംഗത്തെ മറ്റ് പല അതികായകന്മാർ, അതായത് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ അതികായകന്മാരായിട്ടുള്ള ചില സ്വകാര്യ കമ്പനികളാണോ ഇതിന് പിന്നിൽ
എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ഈ നിമിഷം പ്രവർത്തിക്കുന്ന ധാരാളം സ്വകാര്യ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ ഈ കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് പൂട്ടിപ്പോയിട്ടുണ്ട് ഈ രാജ്യത്ത്. പക്ഷേ ഇതെല്ലാം ആരുടെ കളിയാണ്? BSNLനെയും ഇതുപോലെ പൂട്ടിക്കെട്ടാനുള്ള കളിയാണോ എന്നൊരു സംശയം ഉയരുകയാണ്. എന്തായാലും ഈ ഇൻഡിഗോ പ്രതിസന്ധിക്ക് ശേഷം ഭാരതത്തിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും ഇന്നല്ലെങ്കിൽ നാളെ BSNL പിടിച്ചു നിന്നില്ല എങ്കിൽ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.